ഇന്ന് ഒരു കൊട്ടയൊക്കെ പിടിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുക. എന്തിനാണെന്നറിയാവോ? ഇന്ന് ഇച്ചിരി മുടിയൊക്കെ ഒന്ന് സംരക്ഷിക്കാന്ന് ഓർത്തു കേട്ടോ. അതാ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് പച്ചമരുന്ന് അങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഈ പറമ്പിൽ നിന്നൊക്കെ ഒന്ന് പറിക്കാം എന്നോർത്തിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഹെർബൽ രീതിയിലുള്ള ഒരു സംഭവം അത് നമ്മുടെ തലയിൽ ഒരു മാസ്ക് പോലെ ഉപയോഗിക്കാം എന്നുള്ള ധാരണയിൽ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവധിയാണ്, ഇന്ന് സാറ്റർഡേ ആണല്ലോ, ഞങ്ങൾക്ക് അവധി ആയതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിയതാ. സമയം കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നോർത്ത് നമ്മുടെ കുറച്ച് പച്ചമരുന്ന് പച്ചിലകളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കൂട്ട് തയ്യാറാക്കും. അപ്പം വായോ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോയി പറിച്ചാലോ, എന്നിട്ട് നമുക്ക് തലയിൽ ഇടാം. അപ്പൊ ഞാനിത് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ല ഗ്രോത്ത് കിട്ടുന്ന രീതിയിലാട്ടോ. എന്റെ മുടി കുറച്ച് ലെങ്തി ആയിട്ടുണ്ടായിരുന്നു, ഞാനത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, കാരണം കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നതിന്റെ പേരിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ലെങ്തിലേക്ക് മാറിയതാ. പക്ഷെ അത് പതുക്കെ പതുക്കെ കിളുത്ത് വരുന്നുണ്ട്. എനിക്ക് മുടിക്ക് ഇറക്കമുള്ളതാണ് ഇഷ്ടം, കുറച്ചിങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുന്ന മുടി തന്നെയാണ് ഇഷ്ടം. അപ്പൊ നല്ല മുടിയാകാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ എന്ന് വെച്ചാൽ പച്ചമരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ തേക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും എന്നുള്ളൊരു നല്ലൊരു ഉദ്ദേശത്തിലാട്ടോ ഈ പണിക്ക് ഇറങ്ങുന്നത്. നോക്കാം വാ. ആദ്യം തന്നെ ഞാൻ കയ്യോന്നി അന്വേഷിച്ചാട്ടോ ഇറങ്ങുന്നത്. കയ്യോന്നി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ, മുടിയുടെ വളർച്ചയ്ക്ക് നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഹെയർ ഓയിലുകളിലെല്ലാം കയ്യോന്നി ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ല ഒരു കറ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറിലേക്കാണ് കയ്യോന്നി വരുന്നത് നമ്മൾ ആ നീരെടുക്കുമ്പം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അത് അന്വേഷിച്ചാണ് ഇറങ്ങുന്നത്. അപ്പം ഇത് വളരുന്നത് എല്ലാ സ്ഥലത്തൊന്നും കയ്യൊന്നി ഉണ്ടാവില്ല, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കയ്യൊന്നി വരൂ. പാടത്തിന്റെ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കയ്യൊന്നി കിട്ടും. ഞാനിപ്പോ ആദ്യം പാടത്തിന്റെ സൈഡിലേക്ക് കയ്യൊന്നി ഉണ്ടോ നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ കുറേ ഇത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, വെള്ള ഇല മരുന്ന് പച്ച ഇല വല്ലതും ഒക്കെയാണോ. പക്ഷെ ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോ നോക്കി, ഹായ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു വൈറ്റ് പൂ എന്താണെന്നൊരു പിടുത്തമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ. ഇത് വല്ല പച്ചമരുന്നാണോ എന്നറിയണേ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും തലവാരി തേക്കണ്ട, നമുക്ക് അറിയാവുന്ന കുറച്ച് ഇലകൾ മാത്രം പറിക്കാവുന്നുള്ള ഉദ്ദേശത്തിലാണ് തപ്പി നടക്കുന്നത്. നോക്കട്ടെ, അതെ ഒരു പാള. ഇത് ഒന്ന് വലിക്കാനൊരാഗ്രഹം. അതെല്ലാം ഒന്ന് വലിച്ചാലോ. കാട്ടിൽ കൂടി പാളയിൽ ആരോണ് പിടിച്ച് ഇത് പിടിക്ക് വാ. ടൺ ഇങ്ങനെ പോയിട്ടുണ്ടോ ആരോൺ? ഹായ് എടാ, ഇങ്ങനെ പോയിട്ടുണ്ടോ? എനിക്കൊക്കെ പോയി. അപ്പോ ഇത് കണ്ടോ, നമ്മുടെ ദേഹത്ത് ഉടക്കി കഴിഞ്ഞാല്, ഉടുപ്പിലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ തന്നെ ഇരിക്കുന്നേ. ഉടുപ്പിൽ ഉടക്കിയാൽ ഇതിരിക്കുന്നുണ്ടോ? അതെ ഇതുണ്ടോ, ഇത് പോവില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും കണ്ടോ. വേണ്ട, കയ്യൊന്നി ഇതേ അന്വേഷിച്ച് നടന്ന് കയ്യൊന്നി നമുക്ക് കിട്ടി കേട്ടോ. കൊട്ട വെക്കട്ടെ. ഇത് ഈ കാണുന്നതാണ് കയ്യോന്നി. ഈ വൈറ്റ് പൂവാണ് ഇതിലുള്ളത് കണ്ടോ. ഞാനിത് പറിക്കട്ടെ. ഓണത്തിനൊക്കെ നമ്മള് പൂ ഇടാൻ വേണ്ടിയിട്ട് തുമ്പയുടെ പൂ ഇടുമല്ലോ. ഇതാട്ടോ തുമ്പയുടെ പൂ. വേണ്ട കണ്ടോ. ഇനിയിപ്പൊ അതൊന്നും ഇല്ല, പറമ്പുകളിലൊന്നും അതൊന്നും ഇങ്ങനെ കാണാനേ ഇല്ല തുമ്പയുടെ പൂ. ഇത് ഞാൻ പറിക്കട്ടെ. അമ്മ മൂടോടെ പറിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൂ. ആരോണ് അടുത്ത് വെക്കുന്നത് കണ്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തപ്പി നോക്കാം, എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. നോക്കട്ടെ. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ചെറുതാട്ടോ. കണ്ടത്തിന്റെ സൈഡിൽ പോകാൻ നോക്കിട്ട് കിട്ടിയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇവിടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ പറിച്ചെടുക്കാം. നമ്മൾ ഇത്രയും പൂ പറിച്ചിട്ടുണ്ട്, നമുക്ക് ഇനിയും പോയി നോക്കാം. നിനക്ക് എന്തിനാ മുടി വളരേണ്ടത്? എനിക്കല്ലേ മുടി വളരണ്ട. എനിക്ക് എന്റെ കൂട്ടുകാരനെ പോലെ മുടി വളർത്തണം, അതാണ് എന്റെ ആഗ്രഹം. ആദിശങ്കരന്റെ സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പൊ എനിക്കും അവന്റെ കൂടത്തെ മുടി വളർത്തണം. വേണ്ട എനിക്കൊന്നും പോയി അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ മഞ്ഞപ്പിത്തം ഒക്കെ വരുമ്പോ ഇത് തിളപ്പിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കുടിക്കുവോ അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു മരുന്നായിരുന്നു. നമ്മൾ ഈ പറമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പച്ചമരുന്നുകളൊക്കെ കാണാം. ഇതിന്റെ പേര് കീഴാർനെല്ലി. അത് തന്നെ, കീഴാർനെല്ലി എന്നാന്ന് തോന്നുന്നു ഇതിന്റെ പേര്. അങ്ങനെയാ. ഇതിന്റെ ഈ നിൽക്കുന്നതും ഒരു പച്ചമരുന്ന് തന്നെയാണ്. ഇത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ ഈ ഒരു ചെടി. പൂവാങ്കുരുന്നില്ല എന്നാ പറയുന്നത് കേട്ടോ. ഇത് ഒരു ദശപുഷ്പത്തിൽ വരുന്ന ഒരു ചെടിയാ. അതിന്റെ ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ടതേ. ഇതൊക്കെ ഔഷധ സസ്യങ്ങളാട്ടോ. ഈ പറമ്പിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഔഷധ സസ്യങ്ങളാ. ഇങ്ങനെ ഒന്ന് വെക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ പുറത്ത് വരുന്നേ, പറന്നു പോവും. ആരോന്റെ പറക്ക
ഇതാണ് മുക്കൂറ്റി. മുക്കൂറ്റിയുടെ മഞ്ഞ കളറിലെ ചെടി, ഒരു പൂവ് ഉണ്ടാവുന്നത്. ഇതും ദശപുഷ്പത്തിൽ വരുന്നതാണ്. ഇത് പല അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് അറിയുന്നത്. ഒക്കെ നമ്മുടെ തൊടികളിൽ ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ പോകുന്നു. ഒക്കെ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നിൽക്കുന്ന ഒരു മുക്കൂറ്റി കണ്ടാ. എന്തായാലും അന്വേഷിച്ച് പാടത്തിന്റെ അടുക്കത്തെത്തി. ഇതാണ് ഞങ്ങളുടെ നെൽപ്പാടം. നോക്കി, ഞങ്ങളുടെ അല്ല കേട്ടോ, വേറെ ആരുടെയും ഒക്കെയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ ഇത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ. ദേ നിൽക്കുന്നു നമ്മുടെ കയ്യോന്നി, കാണാവോ? ദേ ഈ വെള്ള പൂവുള്ളതാട്ടോ കയ്യോന്നി. നോക്കട്ടെ പറിക്കാൻ. അടുത്ത ഒരെണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരെ എത്തിയില്ല. ഒരു പേരക്ക ഉണ്ടോ നോക്കി വയ്ക്കാം, പക്ഷെ ഒന്നും കാണാനില്ല കേട്ടോ. പേരയ്ക്കൊന്നും കാണാനില്ല. ഇത് വിളഞ്ഞിട്ടില്ല, എല്ലാം പച്ചയാട്ടോ ഇത്. മേളിൽ നിൽപ്പുണ്ട്, പക്ഷെ അത് പൊട്ടാണ്. പറിച്ചിട്ട് വലിയ പ്രയോജനം ഇല്ലല്ലോ. പേരമരത്തെ നോക്കിയപ്പോഴാണ് വീണ്ടും ഒരു കയ്യോന്നി കൂടെ കണ്ടുപിടിച്ചു. പറിക്കട്ടെ. ഇടയ്ക്കൊക്കെ ആട്ടോ നിൽക്കുന്നത്, ചെറുതായിട്ട്. ഇത്രയൊക്കെ കിട്ടി, അത്യാവശ്യമൊക്കെ കിട്ടി മതി. നമ്മുടെ പാടം നോക്കി, എന്ത് രസമല്ലേ പാടം കാണാൻ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് കൈത, നമ്മള് പായ നെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം കേട്ടോ ഇത്. ഇത് പഴയ കാലത്തെ അമ്മമാരൊക്കെ ഇതാണ് പായ നെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ, മരിച്ചുപോയി. ഇത് ഇങ്ങനെ കൈത ഇങ്ങനെ അരിഞ്ഞെടുക്കും. ഇവിടുന്ന് അങ്ങേ അറ്റത്തുനിന്ന് തന്നെ, അതിന്റെ അറ്റത്തുനിന്ന് അരിഞ്ഞെടുത്തിട്ട് അതിന്റെ ഈ രണ്ട് സൈഡിലത്തെയും ഈ ഇത് കണ്ടോ, ഈ മുള്ള് കണ്ടോ, അത് രണ്ടും മാറ്റും. ഇങ്ങനെ കീറിക്കളയും രണ്ട് സൈഡിലത്തെ മുള്ള്. എന്നിട്ട് ഇതിനെ ഉണക്കി എടുത്തിട്ടാണ് ഒരു പായ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പായ, പ്ലാസ്റ്റിക്കിന്റെ അല്ലാത്ത പായ ഉണ്ടല്ലോ, പഴയ കാലങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ കൈത വെച്ചിട്ടാട്ടോ. ഇപ്പൊ അതൊന്നും കാണാനില്ല. ഇപ്പൊ ഇതേ കാട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുക, ആർക്കും വേണ്ടല്ലോ. ഇന്നിപ്പോ അതൊന്നും ചെയ്യാനൊന്നും ആരുമില്ല. ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക ഇവിടെ. ഇത് ആരോണ് ആദ്യമായിട്ടാട്ടോ ഇതൊക്കെ കാണുന്നത്, കേൾക്കുന്നത്. അവനോട് ചോദിക്കും, ഇതെന്താ അമ്മേന്ന് ചോദിച്ചപ്പം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു, ഈ ഇല ഉപയോഗിച്ചിട്ടാണ് പായ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ സത്യം ഇത് പണ്ടത്തെ സാധനമൊക്കെയാണ്. പിന്നെ ഇതൊക്കെയാ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്തല്ലേ ഇപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത്. പണ്ട് ഇതൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നല്ല സാധനമൊക്കെ ആണോ? നല്ല സാധന. ആരോണ് അറിയത് ഇത് എന്താണെന്ന്? ഒന്ന് പറിച്ചെടുത്തേ. ഈ ഇല, ഈ ഇല അതിലൊരെണ്ണം പറക്കി. ഓക്കെ, ഇനി മണപ്പിച്ചു വയ്ക്കേ. മണമുണ്ടോ? നല്ല മണമുണ്ടോ? ഇതാണ് പാണല. ഈ ഇല ഇതിങ്ങനെ ഞെരടി എടുക്കുക, മണപ്പിച്ചു വെക്കുക. നല്ല മണം. എന്താ പറയാ, അത് പലർക്കും അറിയായിരിക്കും കേട്ടോ. ഇത് പഴയ ആൾക്കാര് ഇത് പറിച്ചെടുത്തിട്ട് നമുക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ, കണ്ണ് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മിണ്ടാതെ എടുക്കണം. ഇത് പറിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാതെ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ആരും കാണാതെ ഇതെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകും. അത് കണ്ണ് കിട്ടാതിരിക്കാൻ, കണ്ണ് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ആട്ടോ ഇത്. ആരോ എടുത്ത് അവൻ്റെ ഉടുപ്പിനകത്ത് വെക്കുന്നു. ചൊറിയല്ലേ, പിന്നെ ചൊറിയുന്നെന്ന് പറയരുത് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ നേരത്ത് അവരുടെ ചൂടുവെള്ളത്തിനകത്തോട്ട് ഈ ഇല പറിച്ച് കുറച്ചിടും. അപ്പൊ അതും നല്ലതാണ്. അപ്പൊ നല്ല മണവും കിട്ടും. അതാണ് ഈ ഇലയുടെ ഗുണം. നല്ല മണമാണ്, ഭയങ്കര മണമാട്ടോ ഇത്. ആരോൺ പറിച്ച് അതെല്ലാം കൂടി അവന്റെ കൊട്ടയിലിടുക. എനിക്ക് വേണ്ട, പാണല വേണ്ട. ഇത് നമ്മുടെ വേലിയിൽ കാണുന്ന കേട്ടോ, നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന ഇതാണ് നീല കളറിലെ ശംഖുപുഷ്പമാട്ടോ ഇത്. ഈ ശംഖുപുഷ്പവും നമുക്ക് ഒത്തിരി പ്രയോജനം തരുന്നൊരു കാര്യമാട്ടോ. നമ്മുടെ മുടിയുടെ ആവശ്യങ്ങൾക്കും ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കാനും ഒക്കെ നല്ലത്. അപ്പൊ ഞാൻ ഇതും പറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് തലയിൽ തേക്കാന്ന് വിചാരിച്ചു. ശംഖുപുഷ്പത്തിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിന്റെ ഇത് കളയണം. ഈ ഭാഗം കളഞ്ഞിട്ട് ഇതിന്റെ എതള് മാത്രം എടുത്ത് വെള്ളം തിളപ്പിച്ച് കട്ടൻ ചായക്കായിട്ട് കുടിക്കാൻ നല്ലതാട്ടോ. ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളായിട്ട് പറയുന്നില്ല. ഇതിന്റെ പ്രയോജനം ഒത്തിരി, വളരെ നല്ലൊരു പ്രയോജനം കിട്ടുന്ന ഒരു
ദശപുഷ്പങ്ങളിൽ ഒരു പുഷ്പം തന്നെയാട്ടോ ഇത്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെമ്പരത്തി ആട്ടോ. ചെമ്പരത്തിപ്പൂവിന്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ളതാട്ടോ. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കറ്റാർ വാഴയുടെ ഒരു തണ്ടാട്ടോ. ഈ തണ്ട് നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്നതാണ്. ഇതും കൂടി പറിച്ചെടുക്കാം. ഇതൊക്കെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സംഭവമാട്ടോ. ഇതാ നമുക്ക് ഇത്രയും സംഭവങ്ങളുണ്ട്. ഇഷ്ടം പോലെ ചെമ്പരത്തി ഇല കിട്ടി, എല്ലാം കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി തലയിൽ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഈ തോട്ടിലൊന്ന് കഴുകിയെടുക്കട്ടെ. ഇത് നല്ലതായിട്ട് കൈവച്ച് നല്ല ഭംഗിയായിട്ട് കഴുകി എടുക്കട്ടെ. നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം. ഇതിനകത്ത് പനിക്കൂർക്കയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അത് 2-3 മതി. പിന്നെ ഇത് തുളസി ആട്ടോ. തുളസി വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെമ്പരത്തി ഇല, പിന്നെ കയ്യോന്നി ഇല, ഇതൊക്കെയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കറ്റാർ വാഴപ്പോള ആട്ടോ. ഇതിനെ ഞാനിങ്ങനെ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇതുകൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് അതിനെ റെഡിയാക്കി കൊണ്ടുവരാം. വെള്ളം പോലെ ആക്കത്തില്ല, അല്പം ഒരു കുഴമ്പ് രൂപത്തിലാക്കി അത് റെഡിയാക്കി കൊണ്ടുവരട്ടെ. ഞാൻ ഈ ഇലയെല്ലാം മിക്സിയിലാക്കി നമ്മുടെ കറ്റാർ വാഴ ജെല്ലും കൂടി ഇടുക കേട്ടോ. ഇതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം വെള്ളം ചേർക്കാതെ ഒന്ന് റെഡിയാക്കാം. ഇതിലേക്ക് ഒരല്പം നമ്മൾ തലയിൽ തേക്കുന്ന കാച്ചിയ എണ്ണയുണ്ടല്ലോ, അതൊരല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. അരച്ചെടുത്തപ്പോൾ ഇതുപോലെ വരും കണ്ടോ. ഇത് ഞാനുണ്ടല്ലോ എൻ്റെ കൈ വെച്ച് ഇതിൻ്റെ അറ്റത്തേക്ക് ഒന്ന് ഇങ്ങോട്ടാക്കി വെച്ചപ്പോൾ ഇത് ഈ കൈ ഒന്ന് നോക്കി നിങ്ങൾ. ഇത് കണ്ടോ, ചെറിയൊരു കറുപ്പ് നമ്മുടെ കയ്യിലെല്ലാം കറുപ്പ് ഈ നഖത്തേലൊക്കെ ആയി വരുക. ഇത് കുറച്ച് നേരം നമ്മുടെ ഇപ്പോൾ വീഡിയോയിൽ അത്രയും വ്യക്തമല്ലായിരിക്കും, എന്നാലും എനിക്കത് നല്ല വ്യക്തമായിട്ട് കാണാൻ വെച്ചാൽ ചെറിയൊരു കറുപ്പ് നിറം ആകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടിയ കുറേ കാര്യങ്ങളാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം കയ്യോന്നിയുടെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. മുടി നന്നായി കറുത്ത് വരും. അങ്ങനെയാണല്ലോ കയ്യോന്നി. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. പിന്നെ കാച്ചിയെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ഡെയിലി അത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും, നന്നായി മുടി വളരും. അപ്പം അതുകൂടാതെ മുടി, അത് ഏറ്റവും പ്രധാനം മുടി കറക്കുക എന്നുള്ളതല്ല. ഇപ്പൊ എല്ലാവർക്കും നരയാണല്ലോ മുടിയിൽ. കുറേയൊക്കെ അവിടെ ഇവിടെ എല്ലാം കൊച്ചു കുട്ടികളാണെങ്കിലും അവർക്കെല്ലാം മുടി നരച്ചു വരുന്ന ഒരു പ്രവണതയല്ലേ കണ്ടുവരുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യോന്നി നല്ലൊരു ഒത്തിരി ഫലപ്രദമായ ഒരു കാര്യമാട്ടോ. അപ്പൊ ഇത് ഡയറക്റ്റ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി ഒരു ഗുണം ചെയ്യും. അപ്പൊ നമ്മൾ കാച്ചിയെണ്ണയ്ക്കകത്ത് ചേർക്കുമ്പോൾ ഒരുപാട് നാൾ ഉപയോഗിക്കേണ്ടതല്ലോ, എന്നാലല്ലേ അതിനൊരു പ്രയോജനമുള്ളൂ. ഇതിപ്പോ നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ആയിട്ട് പാക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും. മുടി അങ്ങനെ നന്നായി കറുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. ആ നര നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്ന ചെമ്പരത്തിയാണ്. മുട്ടോ അല്ലെ പൂവോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ നോക്കിയാൽ അറിയാതെ നമ്മളത് ഒന്ന് കയ്യിൽ വെച്ച് ഉരച്ച് കഴിയുമ്പോൾ നല്ല കറുപ്പ് കളറിൽ തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ അതും മുടിക്ക് നല്ല കറുപ്പ് കളറിന് നല്ലതാണ്, കൂടാതെ മുടി വളരാനും നല്ലതാണ്. അങ്ങനെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, പനിക്കൂർക്കയെല്ലാം നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. പിന്നെ നമുക്കൊരു രോഗപ്രതിരോധ ശേഷി, ഇങ്ങനെയൊക്കെയാണല്ലോ പനിക്കൂർക്ക കൊണ്ടുള്ള പ്രയോജനങ്ങൾ. പിന്നെ ഉള്ളത് തുളസിയും ഒരുപാട് പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ താരൻ ഇതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഒരു സ്മെല്ല് ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ തലയിൽ ഈ പേൻ ശല്യം ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ തുളസി ഉപയോഗിക്കുന്നത്, തുളസി തേക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ കയ്യൂന്നി നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇത് അരച്ച് എണ്ണ കാച്ചുമ്പോഴൊക്കെ നല്ല മണമല്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഇത് തലയിൽ തേക്കുമ്പോഴും. ഇതിപ്പോ അരച്ച് ഞാൻ എടുത്തപ്പോഴും ഇതിന് നല്ലൊരു സ്മെല്ലാട്ടോ, ഇതിന്റെ നല്ല മണമാട്ടോ ഇത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരല്പം കാച്ചിയ എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പൊ അവരവര് എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഈ ഭാഗങ്ങളിൽ തലയോട്ടിയിൽ വേണം നമ്മൾ കൂടുതലായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. നന്നായി തേച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ ഇത് സൂക്ഷിക്കണം.
അങ്ങനെയെങ്കിൽ മാത്രം നമുക്കൊരു പ്രയോജനം കിട്ടും. അത്രയും സമയം കൊണ്ടൊക്കെ നമ്മുടെ തലയോട്ടിയിൽ അത് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് തലയ്ക്ക് നല്ലൊരു തണുപ്പും കുളിർമയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് തേച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പനി ജലദോഷമൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുള്ളവര് ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആഴ്ച 2 എന്നുള്ളത് ആഴ്ചയിൽ 1 ആക്കിക്കൊണ്ട് 1 മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറൊക്കെ ആയിട്ട് ഒഴിവാക്കി വിടുക. അപ്പൊ നമുക്ക് ഇത് തലയിലൊന്ന് തേച്ച് നോക്കാം കേട്ടോ. നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുന്നേ മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കണം. ചെറുതായിട്ട് തലയോട്ടിയിലൊന്ന് ഒരല്പം ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് കറക്റ്റ് ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടാട്ടെ വന്നത്. ഇനി ഞാനതിനെ ഒന്ന് തലയിൽ തേക്കാൻ പോകാം. എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതിന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് അതും കൂടെ ചെയ്യട്ടെ. അപ്പം ഞാൻ ഗ്ലൗസ് എടുത്തിട്ടുണ്ട് കയ്യിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതങ്ങ് തേച്ച് കൊടുക്കാം. നമ്മൾ ഓരോ മുടിയുടെ ഇതിങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആ തലയോട്ടിയിലാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്. ഒരു നല്ല കുളിർമ, നല്ലൊരു തണുപ്പ്. ഒന്ന് മസാജും കൂടി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുടിയിൽ നന്നായി തന്നെ തലയോട്ടിൽ ഇങ്ങനെ തേച്ച് തിരുമ്പി പിടിപ്പിക്കാം, മസാജ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് സമയം തലയിൽ ഇരുന്നെങ്കിൽ മാത്രം, കുറച്ച് സമയം നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഇരുന്നെങ്കിൽ മാത്രം നമുക്കിതിനൊരു പ്രയോജനം ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മുടി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിയുമ്പം ഇത് കഴുകി കളയും. മുടി നോക്കി ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.